ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ജനങ്ങളുടെ പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിനും സ്വപ്നങ്ങൾക്കും ഒടുവിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പച്ചക്കൊടി വീശിയിരിക്കുകയാണ്. ഇനി കേരളത്തിൽ പുതിയൊരു ജില്ല രൂപീകരിക്കുന്ന കാര്യം പരിഗണനയ്ക്ക് വരികയാണെങ്കിൽ ആ പട്ടികയിൽ ഒന്നാമത് മൂവാറ്റുപുഴ തന്നെയായിരിക്കുമെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് പ്രഖ്യാപിച്ചത്. മൂവാറ്റുപുഴ ആസ്ഥാനമായി ഒരു പുതിയ ജില്ല വരുന്നത് സർക്കാർ ആലോചനയിലുണ്ടെന്നും പ്രദേശത്തിന്റെ വികസനപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും ഇതോടെ മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വർണ്ണാഭമായ ഓണാഘോഷ വേദിയിൽ സ്ഥലം എം.എൽ.എ. ഡോക്ടർ മാത്യു കുടനാളൻ മൂവാറ്റുപുഴ നേരിടുന്ന വികസന അവഗണനകളെക്കുറിച്ചും പാർശ്വവൽക്കരണങ്ങളെക്കുറിച്ചും സംസാരിച്ചിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി പ്രതികാര ബുദ്ധിയോടെ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെയും അദ്ദേഹം വേദിയിൽ ചൂണ്ടിക്കാണിച്ചു. ഈ വിഷമതകൾക്കെല്ലാം മറുപടിയാണ് ജില്ലാ രൂപീകരണ പരിഗണനയിൽ മൂവാറ്റുപുഴ മുൻനിരയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് മുഖ്യമന്ത്രി വേദിയിൽ വെച്ച് തന്നെ നൽകിയത്. എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും നമ്മൾ മാറ്റും. നമുക്കൊരു കാര്യം നഷ്ടം വന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന്റെ പലിശ സഹിതം കിട്ടുമെന്നാണ്. ആ പലിശ സഹിതം മൂവാറ്റുപുഴയ്ക്ക് തരും. എനിക്ക് മൂവാറ്റുപുഴക്കാരെ ഭയങ്കര ഇഷ്ടമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തുടർന്ന് തന്റെ സ്വന്തം ജില്ലയായ എറണാകുളത്ത് നിന്നും മൂവാറ്റുപുഴ വേറിട്ടു പോകുമോ എന്നതിൽ ചെറിയ വിഷമമുണ്ടെങ്കിലും സർക്കാർ ഈ വിഷയം വളരെ ഗൗരവമായി പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയായ മൂവാറ്റുപുഴ, കോതമംഗലം, കുന്നത്തുനാട് തുടങ്ങിയ താലൂക്കുകളെയും ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു ജില്ല രൂപീകരിക്കണമെന്നാണ് ജനങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യം. നിലവിൽ വലിയ വിസ്തൃതിയുള്ള എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലുള്ള ആളുകൾക്ക് ഭരണപരമായ ആവശ്യങ്ങൾക്കായി കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ ദീർഘദൂരം സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്. ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഉടൻ രൂപീകരിക്കുമെന്നും മൂവാറ്റുപുഴ കേന്ദ്രമായി പുതിയ ജില്ല നിലവിൽ വരുന്നതോടെ ഈ പ്രദേശത്തെ വികസന മുരടിപ്പിന് പൂർണ്ണമായി വിരാമമാകുമെന്നാണ് വി.ഡി. സതീശൻ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത്. അതേസമയം ഈ പ്രഖ്യാപനത്തിലൂടെ കേരളം ഒട്ടാകെയുള്ള ഭരണപരമായ വികേന്ദ്രീകരണത്തിന്റെ ഒരു വലിയ സൂചനയാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. ജില്ലകളുടെയും താലൂക്കുകളുടെയും അതിർത്തികൾ പുനർനിർണയിക്കുന്നതിനും പുതിയവ രൂപപ്പെടുത്തുന്നതിനുമായി ഒരു ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ കൊണ്ടുവരണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കമ്മീഷൻ നിലവിൽ വരുന്നതോടെ കേരളത്തിലെ പല വലിയ ജില്ലകളുടെയും വിഭജനം സാധ്യമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കേരളത്തിൽ പുതിയ ജില്ലകൾ വേണമെന്ന ആവശ്യം ഇന്നലെയും തുടങ്ങിയതല്ല. ജനസംഖ്യയിലും വിസ്തൃതിയിലും മുൻപന്തിയിലുള്ള മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ആസ്ഥാനമായി ഒരു പുതിയ ജില്ല വേണമെന്ന ആവശ്യം വർഷങ്ങളായി ശക്തമാണ്. അതുപോലെ തന്നെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ചും പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഡിലിമിറ്റേഷൻ കമ്മീഷൻ വരുന്നതോടെ ഈ ആവശ്യങ്ങളെല്ലാം വളരെ ഗൗരവമായി തന്നെ സർക്കാർ പരിഗണിക്കും. ഇത് സംസ്ഥാനത്തെ ഭരണ നിർവഹണം കൂടുതൽ എളുപ്പത്തിലാക്കാനും താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് സർക്കാർ സേവനങ്ങൾ അതിവേഗം എത്തിക്കാനും സഹായിക്കും. കേരളം രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും എന്നതാണ് മുഖ്യമന്ത്രിയുടെ ഈ നിർണായകമായ പ്രഖ്യാപനം.